ഹായ് കൂട്ടുകാരെ, അപ്പോഴേ നമുക്കിന്നൊരു ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിന് ഞാനിവിടെ 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അടുപ്പത്തേക്ക് വെച്ച് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കസ്റ്റാർഡ് മിക്സ് തയ്യാറാക്കാം. അതിന് ഞാൻ 3-4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൊടി എടുത്ത് ലേശം പാലും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നുണ്ട്. അത് ഈ തിളച്ച് വരുന്ന പാലിലേക്ക് ആവശ്യമായ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ മിക്സ് ചേർത്ത് നല്ലതുപോലെ കൈ എടുക്കാതെ തന്നെ ഇളക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ച് പോകും. അതൊന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ചെറുതായിട്ട് തണുപ്പിച്ചെടുക്കാം. അത് ഫ്രിഡ്ജിൽ വെച്ച് തണുക്കുന്ന നേരത്തേക്ക് ഇതിനാവശ്യമായ ഫ്രൂട്ട്സുകൾ നമുക്ക് അരിഞ്ഞെടുക്കണം. അതിന് ഞാനിവിടെ ഏത്തപ്പഴം എടുക്കുന്നുണ്ട്, മാതളനാരങ്ങ എടുക്കുന്നുണ്ട്, ആപ്പിൾ എടുക്കുന്നുണ്ട്. ഇത്രയും ഫ്രൂട്ട്സാണ് ഞാനിപ്പം തൽക്കാലം എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മുന്തിരിങ്ങ ചേർക്കാം, കിവി ചേർക്കാം, അങ്ങനെ പല ഫ്രൂട്ട്സുകളും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് തണുത്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയതിന് ശേഷം ഇതിനെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സുകളെല്ലാം ഇതിനകത്ത് ചേർത്ത് നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. സ്കൂളിൽ നിന്നൊക്കെ വരുമ്പം ക്ഷീണിച്ച് വരുന്ന കുട്ടികൾക്ക് നമുക്കിതൊന്ന് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന്